ഇതിൽ ഇത്രയും സാധനം അവർ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ഓക്കെ, ഇത് ക്യാമറ ഫ്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം നമുക്ക്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് തോന്നുന്നത്. പിന്നെ നമുക്കൊരു മോണോ ഫോഡുണ്ട്. ഓക്കെ, ഇതും നല്ല ലെങ്ത്തിലെല്ലാം അലൂമിനിയമാണ്, അലൂമിനിയം പ്ലാസ്റ്റിക്. സ്റ്റിൽ ചെറിയൊരു ഇൻഡോർ പർപ്പസ് യൂസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് ക്യാമറ മൗണ്ട് ചെയ്യുന്നതിനുള്ള മൗണ്ടിങ് ഷൂ എല്ലാം കോമ്പാറ്റബിൾ ആണ്, കുഴപ്പമില്ലാതെ. പിന്നെ നമുക്കൊരു ട്രൈപോഡാണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല ലെങ്ത്തിലെല്ലാം അലൂമിനിയമാണ്, അലൂമിനിയം പ്ലാസ്റ്റിക്. സ്റ്റിൽ ചെറിയൊരു ഇൻഡോർ പർപ്പസ് യൂസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് ക്യാമറ മൗണ്ട് ചെയ്യുന്നതിനുള്ള മൗണ്ടിങ് ഷൂ എല്ലാം കോമ്പാറ്റബിൾ ആണ്. ചെറിയ ലൈറ്റ് വെയ്റ്റ് മൊബൈൽ ഫോൺ സംതിങ് നമുക്ക് യൂസ് ചെയ്യാം. ആക്ഷൻ ക്യാമറാസ് മൗണ്ട് ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ക്വാളിറ്റി അത്രയ്ക്ക് അങ്ങോട്ട് പോരാ, ഡൗട്ടാണ്. ഉണ്ട് കാറിനകത്തെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന സംഭവം. നമുക്കൊരു ക്യാമറ കാറിനകത്ത് മൗണ്ട് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. കാണാനൊക്കെ നല്ല ലുക്കാണ്, ക്വാളിറ്റി കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ബട്ട് എത്ര റിലയബിളായിട്ട് നമുക്ക് ഒരു കാറിനകത്ത് ഫിക്സ് ചെയ്യാം. ഇത് സ്പെഷ്യലി ഔട്ട്ഡോറൊന്നും യൂസ് ചെയ്യരുത്, കാറിന് ഔട്ട് സിറ്റിംഗ് ആണ്. കുഴപ്പമില്ല, നമ്മൾ കൊടുത്തിരിക്കുന്ന എമൗണ്ടിനുള്ള ക്വാളിറ്റി കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ഇതും ഒരു മീഡിയം ക്വാളിറ്റി. ഇത് ബൈക്ക് ഹാൻഡിൽ ഫിക്സ്, നമുക്ക് ക്യാമറ ഫിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മൗണ്ടൻ സൈക്കിൾസ്, നമ്മുടെ സൈക്കിൾസ്, ബൈക്കിൻ്റെ എല്ലാം ഹാൻഡിൽ ക്യാമറ മൗണ്ട് ചെയ്യുന്നതിനുള്ള ഒരു ആക്സസറിയാണിത്. ഇത് ഈ 2 സ്ക്രൂസ് ലൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് ഫിക്സ് ചെയ്യാൻ കഴിയും. എന്നിട്ട് ക്യാമറ നമുക്ക് ഇത് ഈസി ആയിട്ട് മൗണ്ട് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. ഇതെല്ലാം സെപ്പറേറ്റ് ആക്സസറി ആയിട്ട് നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ അറൗണ്ട് 30 അല്ലെങ്കിൽ 40 ദിർഹത്തിന് മുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് കുഴപ്പമില്ലാത്തൊരു ഡീലാണ്. ഇത് ബോഡി. ഓക്കെ, ഇത് നമുക്ക് ക്യാമറ നമ്മുടെ ബോഡിയിൽ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ഒരു ഹാർനസ് ബെൽറ്റ് മാതിരി നമുക്ക് ഇടാൻ കഴിയും. എന്നിട്ട് നമുക്കിത് ക്യാമറ മൗണ്ട് ചെയ്യാം. ഇത് ക്വാളിറ്റി കൊള്ളാം, ഇലാസ്റ്റിക് എല്ലാം ഉണ്ട്. ഇത് വർത്താണ് ആക്ച്വലി. നമ്മളിപ്പോൾ 50 ദിർഹം കൊടുത്ത് ഇപ്പോൾ ഇത്രയും സാധനം കിട്ടിയതിൽ ഏറ്റവും വർത്തായിട്ട് തോന്നിയൊരു ആക്സസറി മൗണ്ടിങ് കിറ്റ് ഇത് തന്നെയാണ്. ഇതും ബൈക്കിൽ ഫിക്സ് ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റി കുഴപ്പമില്ല, നല്ലൊരു ക്വാളിറ്റിയാണ്. ഇതെല്ലാം അഡീഷണൽ നമുക്ക് വേറെ എന്തെങ്കിലും പർപ്പസിന് യൂസ് ചെയ്യാനായിട്ട് 1-2 മൗണ്ടിങ് ക്ലിപ്സ് എല്ലാം അഡീഷണൽ വരുന്നുണ്ട്. ഇത് ഓക്കെ, ഹെൽമെറ്റിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹെൽമെറ്റിൽ ക്യാമറ മൗണ്ട് ചെയ്യുന്നതിനുള്ള ഒരു ഫെസിലിറ്റിയാണ്. ഇതെല്ലാം കറക്റ്റ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് പിന്നീട് നോക്കേണ്ടി വരും. അതെ, ഇത് കറക്റ്റാണ്, ഹെൽമെറ്റിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മൗണ്ടാണിത്. ഇതും ഇതിൻ്റെ ക്വാളിറ്റി കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയുണ്ട്. പിന്നെ ഇതും ഹെൽമെറ്റിനകത്തോ അല്ലെങ്കിൽ നമ്മൾ ബോഡി വോൺ ചെയ്യാൻ, ആക്ഷൻ ക്യാമറാസ് കൂടുതലും നമ്മൾ ഡിഫറെൻറ്റ് പർപ്പസിന് യൂസ് ചെയ്യില്ല. ഇപ്പോൾ ഇത് നമുക്ക് ക്യാമറ ഇവിടെ ഈസി ആയിട്ട് മൗണ്ട് ചെയ്യാം. ഇതങ്ങനെ എന്തോ ഒരു ക്ലിപ്പാണ്. ഡിഫറെൻറ്റ് നമുക്ക് മേ ബി സ്കേറ്റിംഗ് ബോർഡ് ഷൂട്ട് അല്ലെങ്കിൽ ഔട്ട്ഡോർ ആക്ഷൻ സീക്വൻസ് ഷൂട്ടിനെല്ലാം നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് തോന്നുന്നത്. ഇതും ക്വാളിറ്റി വൈസ് കുഴപ്പമില്ല, നല്ലതാണ്. നമുക്ക് കുറച്ച് അഡീഷണൽ ടൈറ്റൻ സ്ക്രൂസ് ഉണ്ട്, കുറച്ച് മൗണ്ടിങ് ക്ലിപ്സ്, സ്ക്രൂസ് എല്ലാം അഡീഷണൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് എഗൈൻ ക്യാമറ നമുക്ക് വെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് യെസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷൂട്ടിംഗ് മോഡ്സ്. നമുക്കിപ്പോൾ ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ കയ്യിൽ വെയർ ചെയ്ത് ക്യാമറ ഫിക്സ് ചെയ്ത് പർപ്പസിലാണ്. ഇതും കുഴപ്പമില്ല, നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. ഇത് എനിക്ക് കണ്ടിട്ട് നല്ല സ്ട്രോങ് ആണ്. ഇത്
ഇതെല്ലാം സെപ്പറേറ്റായിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ സ്റ്റിക്കേഴ്സ് ഉണ്ട്. പക്ഷേ ഇതൊന്നും 3M സ്റ്റിക്കേഴ്സ് എന്ന ലേബൽ ഉണ്ടെങ്കിലും ഇത് നമുക്ക് അത്ര റിലേ ചെയ്ത് ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സോ ഇത് അത്രയ്ക്ക് അഡ്വൈസബിൾ അല്ല ഇത് യൂസ് ചെയ്യുന്നത്. എക്സ്റ്റൻഷൻ പോളാന്ന് തോന്നുന്നു. ഹെൽമെറ്റിൽ നിന്ന് നമുക്ക് ക്യാമറ എക്സ്റ്റെൻഡ് ചെയ്ത് ഫിക്സ് ചെയ്യുന്നതിനുള്ള കുറച്ച് ഓപ്ഷൻസും മൗണ്ടിങ് ഒക്കെ ഉണ്ട്. മേ ബി ക്യാമറ അല്ലെങ്കിൽ ക്യാരി കേസ് വെക്കുന്നതിനായിരിക്കണം. ചെക്ക് ചെയ്യാം. ക്യാപ്പ് കിട്ടിയിട്ടുണ്ട്, ലെൻസ് ക്യാപ്പ്. പക്ഷേ ഇതൊരു പക്ഷേ ഗോപ്രോയ്ക്ക് യൂസ്ഫുൾ ആയിരിക്കാം. ഓസ്മോ ആക്ഷൻ ഇത് എത്ര യൂസ്ഫുൾ ആണെന്ന് അറിയില്ല. പക്ഷേ ഇത് ക്വാളിറ്റി സിലിക്കൺ മെയ്ഡാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് എങ്ങനെ യൂസ് ചെയ്യും, എവിടെ യൂസ് ചെയ്യണം എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. നമുക്കിതെല്ലാം കൂടുതൽ പ്രാക്ടിക്കൽ യൂസ് സെനാരിയോയിൽ നമുക്ക് അറിയാൻ കഴിയും. ബട്ട് ഇതെല്ലാം ക്വാളിറ്റി വൈസ് കൊള്ളാം. 50 ദിർഹത്തിന് ഇത് വർത്താണ്. ഓൺലി തിങ് ഈ പറഞ്ഞ ഇതുപോലുള്ള ഡിഫറെൻറ്റ് ഓപ്ഷൻസ് എല്ലാം യൂസ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ഈ പറഞ്ഞ ഇത്രയും മൗണ്ടിങ് ആക്സസറീസ് എല്ലാം വർത്താണ്. പക്ഷെ ഇതിലിപ്പോൾ ഒരു നോർമൽ പർപ്പസ് യൂസ് ആണെങ്കിൽ നമുക്കൊരു ഇൻഡോർ ക്വാളിറ്റി വീഡിയോസ് ചെയ്യാൻ നമുക്ക് ഇത് യൂസ് ചെയ്യാം. പക്ഷേ ഇത് ഔട്ട്ഡോർ പോകുന്നതിന് അത്ര ക്വാളിറ്റി പോരാ. പക്ഷേ ഇൻഡോർ നമുക്ക് ഇൻറ്റേർണൽ പർപ്പസ് യൂസിനെല്ലാം ഇത് ഓക്കെയാണ്. പിന്നെ നമുക്ക് അഫ്കോഴ്സ് ഫ്ലോട്ടിങ് ഇത് ഒരു പർപ്പസ്ഫുൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് തീർച്ചയായിട്ടും. സോ ഐ ഡോണ്ട് നോ, മേ ബി 50 ആക്സസറീസ് ചിലപ്പോൾ അവർ ഈ ഇതിനകത്തുള്ള ഓരോ ഡിവൈസും അല്ല ഓരോ പീസും കൗണ്ട് ചെയ്തിട്ടായിരിക്കാം 50 ആക്സസറീസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 50 in 1 എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് ഇതിൻ്റെ ആക്സസറീസ്. പിന്നെ കുഴപ്പമില്ലാത്ത നൈസായിട്ടുള്ളൊരു ക്യാരി ബാഗിൻ്റെ അകത്താണ് ഇത് വരുന്നത്. നല്ലൊരു ക്വാളിറ്റി കേസാണ്, കുഴപ്പമില്ല. ഇത്ര സാധനങ്ങളാണ് ഈ 50 in 1 ആക്സസറി കിറ്റിൽ വരുന്നത്.